കേരളത്തിന്റെ പ്രതിപക്ഷത്തിന്റെ ഒരു അവസ്ഥയെ വെളുക്കുവോളം വെള്ളം കോരി ഒരു വിവാദം വീണ് കിട്ടിയപ്പോ വല്ലവന് പുല്ലുമായുധം എന്നുള്ള നിലയ്ക്ക് ഒരു ജീവനെങ്കിൽ ജീവൻ എടുത്തുകൊണ്ടിട്ട് ആഘോഷിക്കാം. ഒടുവിൽ വെള്ളം കോരി ആ കുടുംബത്തിനോടൊപ്പമാണ്, കുടുംബത്തിന് നീതി ഉറപ്പിക്കാൻ നടന്നു. ഏറ്റവും ഒടുവിൽ കുടുംബം ഇറങ്ങി നിന്നിട്ട് പറയുകയാണ്, യവന്മാരുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല, സർക്കാരിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. എന്തു വേണം? മറ്റേ തേഞ്ഞൊട്ടുന്നു എന്ന് പറയുന്നില്ലേ, അതുപോലെയാണ് അപകടത്തിൽ മരണപ്പെട്ട ബിന്ദുവിന്റെ ഭർത്താവായിട്ടുള്ള വിശ്രുതന്റെ പ്രതികരണം പുറത്തു വന്നത്. ഒരുപക്ഷെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സതീശന് ബോധം പോയി എന്ന് വരെ പറഞ്ഞു കേൾക്കുന്നു. വരാമെന്ന് പറഞ്ഞു. ഇപ്പൊ എനിക്ക് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുക. അതുകൊണ്ട് നാളെ മറ്റന്നാളോ ഞാൻ അവിടെ വന്നു ചേരും എന്ന് പറഞ്ഞ് ഫോൺ ഓഫാക്കി. സഹായത്തിന്റെ കാര്യം ഒന്നും നമ്മുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ. അവര് തീരുമാനിച്ചുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവരുടെ കാര്യം തീരുമാനിച്ച് നമ്മുടെ കാര്യം ഇനി പറയും. വയ്യാതെ ഉണ്ട്, 2 ദിവസത്തിനകത്ത് ഇവിടെ എത്തും. പ്രതികരണത്തിന് അവര് ഇപ്പോഴും പറയുന്നത് ചേർത്ത് നിർത്തുമെന്നാ പറയുന്നത്. ഈ കുടുംബത്തിന് ചേർത്ത് നിർത്തുമെന്ന് അവരിപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നത്. അത് ഉണ്ടാവുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അതിന് മേളിലോട്ട് സംസാരിക്കണ്ടല്ലോ. ഞാൻ അങ്ങനെ സൂചിപ്പിച്ച ഞാൻ വരാം, സംസാരിക്കാം. ഇതിനെ ബാക്കിയുള്ള അവർ തീരുമാനിച്ച കാര്യം എൻ്റെ അടുത്ത് പറയും. കുടുംബത്തിന്റെ കാര്യങ്ങൾ ഞങ്ങൾ കൂട്ടായി തീരുമാനിച്ചിട്ട് ഞങ്ങളുടെ അവരുടെ അടുത്തും പറയും.